ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ചെറിയൊരു കഥയാണ് രാമുവിൻ്റെ ഷൂസ്. അപ്പോൾ നമുക്കതിൽ ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. നമുക്ക് ഓരോ പോയിൻറ്റ്സും അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി നമുക്ക് നല്ലപോലെ ഇംഗ്ലീഷ് ഒന്നിച്ച് പറഞ്ഞ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇന്നലെ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പം വാങ്ങി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇന്നലെ എന്ന് വെച്ചാൽ യെസ്റ്റർഡേ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. അപ്പം പുതിയതിന് നമ്മൾ എന്താ പറയുക? പുതിയതെന്ന് വെച്ചാൽ ന്യൂ. അപ്പം ഒരു പുതിയ ജോഡി, അപ്പം നമുക്ക് എങ്ങനെ പറയാം? എ ന്യൂ പെയർ ഓഫ് ഷൂസ്. ഒരു പുതിയ ജോഡിക്ക് നമ്മൾ ഒരു പുതിയ ജോഡി ഷൂസ്, എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അപ്പം ഇന്നലെ യെസ്റ്റർഡേ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. അപ്പം വാങ്ങുക എന്ന് വെച്ചാൽ എന്താ? ബൈ. അപ്പം ഇവിടെ വാങ്ങി എന്നാണ്. അപ്പം നമ്മൾ ബൈയെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതണം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇന്നലെ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. നമുക്ക് എങ്ങനെ എഴുതാം? യെസ്റ്റർഡേ സ്പെല്ലിംഗ് നോക്കിക്കോ. YESTERDAY. ഞാൻ ഈ സ്പെല്ലിംഗ് പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. അപ്പം യെസ്റ്റർഡേ രാമു അപ്പം എന്താ? വാങ്ങുക എന്ന് വെച്ചാൽ ബൈ. അപ്പോൾ ഇവിടെ വാങ്ങി എന്നായതുകൊണ്ട് നമ്മൾ ബൈയുടെ പാസ്റ്റ് ഫോം നമ്മൾ എഴുതണം. BOUGHT, ബോട്ട്. അപ്പം യെസ്റ്റർഡേ രാമു ബോട്ട്. നമ്മൾ എഴുതി യെസ്റ്റർഡേ രാമു ബോട്ട്. എന്താണ് വാങ്ങിയത്? എ ന്യൂ പെയർ ഓഫ് ഷൂസ്. ഒരു പുതിയ ജോഡി ഷൂസ് എന്നാണ് എൻ്റെ മീനിങ്. എ ന്യൂ പെയർ ഓഫ് ഷൂസ്. യെസ്റ്റർഡേ രാമു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അപ്പം ഇന്നലെ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. നമുക്ക് ഒന്നിച്ച് ഇംഗ്ലീഷിൽ പറയാം. യെസ്റ്റർഡേ രാമു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അത് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ചാണ് ഈ ഒരു സെൻറ്റൻസിൽ വരുത്തിയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു അത്. നമ്മൾ എന്താ വരുത്തിയത്? നമ്മൾ ബൈ എന്ന വേർഡിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ബോട്ടാക്കി. അപ്പം ഈ ഒരു സെൻറ്റൻസ് ബോട്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ഫോമിലോട്ടായി. അപ്പം ഈ ഒറ്റ ചേഞ്ച് മാത്രമേ ഇവിടെ വരുത്തിയിട്ടുള്ളൂ, വേറെ ഒന്നും ചേഞ്ച് വരുത്തിയിട്ടില്ല. പിന്നെ ഓൾറെഡി യെസ്റ്റർഡേ എന്ന് കേൾക്കാൻ വേണ്ടി നമുക്കറിയാം ഇന്നലെയാണ്. പക്ഷേ ഇന്നലത്തെ കാര്യമാണെങ്കിൽ നമുക്കിവിടെ ബൈ എന്ന് എഴുതാൻ പറ്റില്ല. കാര്യം കഴിഞ്ഞു പോയ സംഭവമായിട്ട് ബൈയുടെ പാസ്റ്റ് ഫോം ബോട്ട് എന്നാണ് എഴുതേണ്ടത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ രാമു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് വെർബ് എന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം പറയാണ്. സബ്ജക്റ്റ് രാമു ആണ്. വെർബ് എന്ന് പറഞ്ഞാൽ ബോട്ടാണ്. വെർബിനെ ചെറുതായിട്ട് എഴുതാം. ബോട്ടാണ് വെർബ്. അപ്പോൾ പിന്നെ ഇവിടെ നമ്മളിപ്പോൾ എങ്ങനെ എഴുതിയത്? യെസ്റ്റർഡേ രാമു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ് നമ്മൾ എഴുതി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ? ഈ ബൈ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ഫോമാണ് ബോട്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ബൈയുടെ 3 ഫോംസ് ഏതൊക്കെയാണ്? അത് ഞാനിവിടെ ജസ്റ്റ് ബ്രാക്കറ്റിൽ എഴുതിയേക്കാം. ബൈയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ബൈ, ബോട്ട്. ബൈ, ബോട്ടാണ് ബൈയുടെ 3 ഫോംസ്. അപ്പം നമ്മൾ ആ ബൈയുടെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. നമുക്കൊന്നും കൂടി ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാം. അപ്പം എങ്ങനെ മലയാളം എന്ന് വെച്ചാൽ ഇന്നലെ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? യെസ്റ്റർഡേ, നമുക്ക് ഒന്നിച്ച് പറയാം. യെസ്റ്റർഡേ രാമു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. യെസ്റ്റർഡേ രാമു ബോട്ട് എ ന്യൂ പെയർ ഓഫ് ഷൂസ്. ഇന്നലെ രാമു ഒരു പുതിയ ജോഡി ഷൂസ് വാങ്ങി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. കഥയുടെ നെക്സ്റ്റ് പോയിന്റ്, രാമു ഇന്ന് ഓഫീസിൽ പോയത് ഇന്നലെ വാങ്ങിയ പുതിയ ഷൂസ് ഇട്ടുകൊണ്ടാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം. ഇന്ന് വെച്ചാൽ എന്താ? ടുഡേ. പോയതെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പോകുക എന്ന് വെച്ചാൽ ഗോ. അപ്പം നമ്മൾ ഗോയെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതണം. ഇന്നലെ എന്ന് വെച്ചാൽ യെസ്റ്റർഡേ. വാങ്ങുകയുടെ നമ്മൾ തൊട്ട് മുമ്പിൽ പോയിന്റിൽ പറഞ്ഞു. വാങ്ങുക എന്ന് വെച്ചാൽ എന്താ? ബൈ. പുതിയതെന്ന് പറഞ്ഞാൽ ന്യൂ. അപ്പം ഷൂസ് ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പം നമ്മൾ ഇട്ടുകൊണ്ട് എങ്ങനെ പറയണേ? നമ്മൾ ഡ്രസ്സ് ഇടുമ്പോൾ നമ്മൾ ഡ്രസ്സ് ഇടുക, ഷൂ ഇടുക, നമുക്ക് പറയാം വിയർന്ന്. അപ്പം നമ്മൾ എങ്ങനെ എഴുതാൻ നോക്കാം. രാമു ഇന്ന് ഓഫീസിൽ പോയത് ഇന്നലെ വാങ്ങിയ പുതിയ ഷൂസ് ഇട്ടുകൊണ്ടാണ്. നമുക്ക് എങ്ങനെ എഴുതാം?
രാമു വെൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഗോ. ഗോ എന്ന് പറഞ്ഞാൽ എന്താ, പോവുക. അപ്പം ആ ഗോയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ടാണ് എഴുതിയത് വെൻറ്റ്. ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. രാമു വെൻ ടു ദ ഓഫീസ്. രാമു വെൻ ടു ദ ഓഫീസ് ടുഡേ വിയറിങ്. അപ്പം ടുഡേ എന്ന് വെച്ചാൽ ഇന്ന്. അപ്പം വിയറിങ്, അപ്പം ധരിച്ചു. ഷൂസ് ഇട്ടുകൊണ്ടാണ് പോയത്. ഇപ്പം ഡ്രസ്സ് ആണെങ്കിൽ ധരിക്കുക നമ്മൾ പറയില്ലേ, അതുപോലെ ഇവിടെ ഷൂസ് ധരിച്ചു അല്ലെങ്കിൽ ഷൂസ് ധരിച്ചു എന്ന് പറയില്ല, ഷൂസ് ഇട്ടുകൊണ്ട്. അപ്പം നമ്മൾ വിയർ ആണ് എഴുതിയത്, അതിൻ്റെ കൂടെ ING യൂസ് ചെയ്തു. വിയറിങ് ദ ഷൂസ് he bought yesterday. നിങ്ങൾക്ക് ഓക്കെ. he bought yesterday. നമ്മൾ എങ്ങനെ എഴുതി നമുക്ക് ഒന്നും കൂടെ വായിച്ച് നോക്കാം, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. രാമു went to the office today wearing the shoes he bought yesterday. രാമു ഇന്ന് ഓഫീസിൽ പോയത് ഇന്നലെ വാങ്ങിയ പുതിയ ഷൂസ് ഇട്ടുകൊണ്ടാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് പറയാം. രാമു went to the office today wearing the shoes he bought yesterday. അപ്പം നമ്മളിവിടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയെന്ന് നമുക്ക് ഒന്നും കൂടി പറയാം. അപ്പം വെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. ഗോ എന്ന് വെച്ചാൽ പോവുക. അപ്പോൾ പോയി എന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെൻറ്റ് എഴുതിയത്. പിന്നെ ഇവിടെ എന്ത് ചേഞ്ച് നമ്മൾ വരുത്തിയത്, പിന്നെ ബൈയുടെ പാസ്റ്റ് ഫോം എന്താ, ബൈയുടെ പാസ്റ്റ് ഫോം ഓൾറെഡി നമ്മൾ പഠിച്ചു. തൊട്ട് മുമ്പത്തെ പോയിന്റിൽ ബൈയുടെ പാസ്റ്റ് ഫോമാണ് ബോട്ട്. അപ്പോൾ ബൈയുടെ 3 ഫോംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. ബൈ, ബോട്ട്. അപ്പം തൊട്ട് മുമ്പത്തെ പോയിന്റിൽ ഉണ്ട്, അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആയിട്ട്. ബൈ, ബോട്ട് 3 ഫോംസ്. അപ്പം ഇവിടെ പിന്നെ ഒരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു വെൻറ്റ്. അപ്പം ഈ ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. അപ്പോൾ ഗോയ്ക്കും 3 ഫോംസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം ബ്രാക്കറ്റിൽ. ഗോ, വെൻറ്റ്, ഗോൺ എന്നാണ് അത് ഇവിടെ എഴുതാം ബ്രാക്കറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കും. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം 3 ഫോംസ് ആണ് ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഫോമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. രാമു വെൻറ്റ്, ഗോയുടെ സെക്കൻഡ് ഫോം. അപ്പം പിന്നെന്താ, രാമു വെൻറ്റ് ടു ദ ഓഫീസ് ടുഡേ വിയറിങ് ദ ഷൂസ് ഹി ബോട്ട് യെസ്റ്റർഡേ. അപ്പം നമുക്കൊന്നും കൂടെ പറയാം. രാമു ഇന്ന് ഓഫീസിൽ പോയത് ഇന്നലെ വാങ്ങി പുതിയ ഷൂസ് ഇട്ടുകൊണ്ടാണ്. രാമു വെൻറ്റ് ടു ദ ഓഫീസ് ടുഡേ വിയറിങ് ദ ഷൂസ് ഹി ബോട്ട് യെസ്റ്റർഡേ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ കൂട്ടുകാർ അവനോട് അവൻ്റെ ഷൂസ് അടിപൊളി ആണെന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ്റെ കൂട്ടുകാർ. അപ്പം നമുക്ക് പറയാം അവൻ്റെ എന്നുള്ളത് നമുക്ക് ഹിസ് യൂസ് ചെയ്യാം. ഹിസ് കൂട്ടുകാർ ഫ്രണ്ട്സ്. അപ്പം ഹിസ് ഫ്രണ്ട്സ്. അവനോട് എന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം, ഹിം. അവനോട് അവൻ്റെ ഷൂസ്. അപ്പം ഹിസ് ഷൂസ്. അടിപൊളി എന്നുള്ളത് നമുക്കിവിടെ ഇംഗ്ലീഷിൽ ആവ്സം എന്ന് എഴുതാം. പറയുക എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ടെൽ എന്ന് പറയാം, സീ എന്ന് പറയാം. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ് നമ്മൾ പാസ്റ്റ് ഫോമിലാക്കിയപ്പോൾ എഴുതണം. അപ്പം അവൻ്റെ കൂട്ടുകാർ അവനോട് അവൻ്റെ ഷൂസ് അടിപൊളിയാണെന്ന് പറഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ കൂട്ടുകാർ. അപ്പം പറഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ പറയുക എന്ന് വെച്ചാൽ നമുക്ക് ടെൽ എന്ന് പറയാം. അപ്പോൾ പറഞ്ഞു എന്നായതുകൊണ്ട് നമുക്ക് ടെല്ലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് പാസ്റ്റ് ഫോം, ടെല്ലിൻ്റെ പാസ്റ്റ് ഫോം ടോൾഡ്. ഹിസ് ഫ്രണ്ട്സ് ടോൾഡ് ഹിം ഹിസ് ഷൂസ്. കാണാൻ കഴിയുന്നുണ്ട്, ഓക്കെ. ഹിസ് ഫ്രണ്ട്സ് ടോൾഡ് ഹിം ഹിസ് ഷൂസ് വെയർ. നമ്മളിവിടെ ആവ്സം എന്ന് എഴുതാം. നമ്മളിവിടെ ആവ്സം, ആവ്സൻ്റെ സ്പെല്ലിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചോ, AWSOME, ആവ്സം. നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പം ആവ്സം, AWESOME, ആവ്സം. അപ്പം നമ്മളെങ്ങനെ എഴുതിയത്, ഹിസ് ഫ്രണ്ട്സ് ടോൾഡ് ഹിം ഹിസ് ഷൂസ് വെയർ ആവ്സം. അപ്പം ഇവിടെ എന്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തു, കാര്യം ഷൂ അല്ല ഷൂസ് എന്നാണ്. അപ്പം 2
ഇപ്പം ഷൂസ് എന്ന് പറയുമ്പോൾ ഒരു ഷൂ അല്ലല്ലോ, 2 ഷൂ ഉണ്ട്. അപ്പം നമ്മൾ ഒരു ഷൂ ആണെങ്കിൽ നമുക്ക് എ ഷൂ എന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു ഷൂ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ബെയർ യൂസ് ചെയ്തു? അപ്പം കാര്യം ഇവിടെ ഷൂസ് എന്നാണ് എഴുതിക്കണത്, ജസ്റ്റ് ഒരു ഷൂ എന്നല്ല എഴുതിക്കണത്, ഷൂസ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഷൂ ആയിരുന്നെങ്കിൽ അതൊരു ഷൂ, ഇത് ഒന്നിൽ കൂടുതൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മളിവിടെ ബെയർ യൂസ് ചെയ്തത്. അപ്പോൾ ചിലവരെങ്കിലും ആയിരിക്കും ഇവിടെ എന്താ അപ്പോൾ 6 യൂസ് ചെയ്യാഞ്ഞെന്ന്. 6 ആണെങ്കിൽ ഇത് പ്രസൻറ്റ് ഫോം ആയിരിക്കണമായിരുന്നു. ഇത് ഇപ്പോഴത്തെ ഒരു സംഭവമാണ് ആയിരിക്കണമെങ്കിൽ നമ്മൾ 6 യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ 6നെ അവിടെ പാസ്റ്റ് ഫോം ആക്കി വേറെ ആക്കിയിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വേറെ എഴുതിയത്. നെക്സ്റ്റ് പോയിൻറ്റ്, ഷൂസിന് വില കുറവാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ വില കുറവ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് പറയാം? വില എന്ന് വെച്ചാൽ പ്രൈസ്, കുറവ് ലോ. അപ്പോൾ നമുക്ക് ലോ പ്രൈസ് എന്നൊക്കെ എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ ഒത്തിരി കൂടെ സിമ്പിൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്ത് എഴുതാൻ പോണത്. പിന്നെ ഇവിടെ എന്താ, പക്ഷേ ബട്ട് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്ന് വെച്ചാൽ പ്രോബ്ലം. അപ്പം ഷൂസിന് വില കുറവാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. The shoes are cheap. ഞാൻ പറഞ്ഞു ഞാനൊരു ഒരു സിമ്പിൾ ഇംഗ്ലീഷാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. വേണമെങ്കിൽ എനിക്ക് ഇവിടെ എഴുതാം ലോ പ്രൈസ് എന്നൊക്കെ എഴുതാം. പക്ഷെ ഞാൻ അതിലും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു സെൻറ്റൻസാണ് എഴുതുന്നത്. The shoes are cheap but there is a problem. ഒരു പ്രശ്നമുണ്ട്, but there is a problem. അപ്പം the shoes are cheap but there is a problem. ഷൂസിന് വില കുറവാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. The shoes are cheap but there is a problem. അപ്പം ഞാൻ പറഞ്ഞു ലോ പ്രൈസ് നമുക്ക് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? The shoes are low priced. വില കുറവാണ്, അപ്പം നമുക്ക് ലോ പ്രൈസ്ഡ് എന്ന് എഴുതാം. അപ്പം എന്നിട്ട് ബട്ട് ദെയർ ഈസ് ഈ പ്രോബ്ലത്തിന് പകരം നമുക്ക് ഇഷ്യൂ എന്ന് എഴുതാം. ബട്ട് ദെയർ ഈസ് എൻ ഇഷ്യൂ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇച്ചിരി കൂടെ ഒരു സിമ്പിൾ സെൻറ്റൻസാണ് എഴുതിക്കുന്നത്. ദ ഷൂസ് ആർ ചീപ്പ്, വില കുറവിന് ഞാൻ ചീപ്പ് എന്നാക്കി, ലോ പ്രൈസ് എന്ന് എഴുതാതെ. അപ്പം മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഷൂസിന് വില കുറവാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ദ ഷൂസ് ആർ ചീപ്പ് ബട്ട് ദെയർ ഈസ് എ പ്രോബ്ലം. ദ ഷൂസ് ആർ ചീപ്പ് ബട്ട് ദെയർ ഈസ് എ പ്രോബ്ലം. അപ്പോൾ നെക്സ്റ്റ് പോയിൻറ്റ്, പ്രശ്നം എന്താണെന്ന് കൂട്ടുകാർ അവനോട് ചോദിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പ്രശ്നം, പ്രോബ്ലം അല്ലെങ്കിൽ ഇഷ്യൂ. പിന്നെ എന്താണെന്ന് കൂട്ടുകാർ അവനോട് ചോദിച്ചു. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് എങ്ങനെ പറയാം? പ്രശ്നം എന്താണെന്ന്, വാട്ട് ദ പ്രോബ്ലം വാസ്. പ്രശ്നം എന്താണ്, വാട്ട് ദ പ്രോബ്ലം വാസ്. അപ്പം ഇവിടെ എന്തുകൊണ്ട് നമ്മൾ വാസ് യൂസ് ചെയ്തു? കാര്യം ഇതൊരു കഴിഞ്ഞു പോയ, ഈ പ്രശ്നം എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ വാസ് യൂസ് ചെയ്തത്. ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല, കാര്യം കഴിഞ്ഞു പോയ കാര്യമുണ്ട്. ഈ വാസിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഈസ്. അപ്പോൾ ഈസിനെയാണ് നമ്മൾ വാസാക്കി കൺവേർട്ട് ചെയ്ത് എഴുതിയത്, ഒരു കഴിഞ്ഞു പോയ കാര്യമായുണ്ട്. അപ്പോൾ ഹിസ് ഫ്രണ്ട്സ് ആസ്ക്ഡ് ഹിം വാട്ട് ദ പ്രോബ്ലം വാസ്. അപ്പം പ്രശ്നം എന്താണെന്ന് കൂട്ടുകാർ അവനോട് ചോദിച്ചു. അപ്പം ഹിസ് ഫ്രണ്ട്സ് ആസ്ക്ഡ് ഹിം, അവനോട് ചോദിച്ചു, ആസ്ക്ഡ് ഹിം. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് പറയാം. ഹിസ് ഫ്രണ്ട്സ് ആസ്ക്ഡ് ഹിം വാട്ട് ദ പ്രോബ്ലം വാസ്. പ്രശ്നം എന്താണെന്ന് കൂട്ടുകാർ അവനോട് ചോദിച്ചു. ഹിസ് ഫ്രണ്ട്സ് ആസ്ക്ഡ് ഹിം വാട്ട് ദ പ്രോബ്ലം വാസ്. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണിത്. ഞാൻ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഞാൻ ഓടുന്നത് പോലെ തോന്നുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. അപ്പോൾ തോന്നുക എന്ന് വെച്ചാൽ ഫീൽ. അപ്പം ഐ ഫീൽ ലൈക്ക് ഐ ആം റണ്ണിങ് ഈവൻ വെൻ ഐ ആം സ്റ്റാൻഡിങ് ഓർ വാക്കിംഗ്. അപ്പം ഞാൻ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ എനിക്ക് ഓടുന്നത് പോലെ തോന്നുക. ഐ ഫീൽ ലൈക്ക് ഐ ആം റണ്ണിങ് ഈവൻ വെൻ ഐ ആം സ്റ്റാൻഡിങ് ഓർ വാക്കിംഗ്. ഞാൻ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഞാൻ ഓടുന്നത് പോലെ തോന്നുന്നു. നമുക്കൊന്നും കൂടെ പറയാം. ഐ ഫീൽ ലൈക്ക് ഐ ആം റണ്ണിങ് ഈവൻ വെൻ ഐ ആം സ്റ്റാൻഡിങ് ഓർ വാക്കിംഗ്. അപ്പം ഇതാണ് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഈ കഥ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു കോമഡി സ്റ്റോറിയാണ്, ഒരു രസകരമായ ഷൂവിൻ്റെ ഒരു കഥയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.